പ്രിയമുള്ളവരെ, ഗാസ വിളിക്കുന്നു. ഞാൻ ഏറ്റവും അവസാനം എഴുതിയ കവിത ഗാസ വിളിക്കുന്നു. ഗാസ വിളിക്കുന്നു നമ്മളെ, നിങ്ങളെ ഗാസ വിളിക്കുന്നു. ഒരുവിൻ കൂട്ടരെ പോരിനായെത്തുവിൻ, പട്ടിണി ദാഹം വിശപ്പ് പിന്നെ മരണം പെരുകുന്നു. പട്ടിണി ദാഹം വിശപ്പ് പിന്നെ മരണം പെരുകുന്നു. എത്രയോ മക്കൾ മരിച്ചു വീഴുന്നു. അതുകൊണ്ട് കണ്ടെത്രയും മർത്യർ വലയുന്നു നിത്യവും. ഗാസയിൽ കുട്ടിയോടും പിന്നെ അവരോടൊത്തച്ഛനും അമ്മയും മുത്തച്ഛനും മുത്തശ്ശിയും എല്ലാരും മരണമണി കേട്ടു കരയുന്നരയുന്നു. ഗാസ വിളിക്കുന്നു, ഗാസ വിളിക്കുന്നു നമ്മളെ നിത്യവും. ഗാസ വിളിക്കുന്നു, കുട്ടികൾ കരയുന്നു. കരയാൻ കഴിയാത്ത മക്കളുണ്ടോ ഈ നാട്ടിൽ? വൃദ്ധരും വനിതകൾ അലറിക്കരയുമ്പോൾ എല്ലാരും പ്രകൃതിയും കരഞ്ഞു വിളിക്കുന്നു. ഗാസ വിളിക്കുന്നു നമ്മളെ, നിങ്ങളെ ഗാസ വിളിക്കുന്നു നിത്യവും നമ്മളെ. കണ്ണിലെ തീപ്പൊരി കണ്ടില്ലയോ? ബോംബ് വർഷത്തിൽ തകരുന്നു വീടുകൾ. പുലരിയുദിക്കുമ്പോൾ ഇരുളല നീങ്ങുമ്പോൾ കൊലവിളി ചുറ്റും പടരുന്നു മക്കളെ. നിത്യദാരിദ്ര്യത്തിൻ വലകൾ നെയ്തിടവേ ഗാസ വിളിക്കുന്നു പോരുവിൻ കൂട്ടരെ. പൊരുതാൻ കരുത്തേകാൻ പോരുവിൻ തോഴരെ. അവരെ തുണയ്ക്കുവാൻ രാഷ്ട്രങ്ങൾ വന്നിടട്ടെ. അപ്പോഴും US ഭീമൻ ഇസ്രയേലിനോടൊപ്പം വിയറ്റ്നാമിൽ ലക്ഷങ്ങളെ കൊന്നിട്ടു തോറ്റോടിയോ. പലസ്തീൻ പടയണി കാണണം പറയട്ടെ. ഇന്ത്യയെ പുകൾപെറ്റ മറ്റു രാഷ്ട്രങ്ങളെ ചൂഷണം നടത്തുന്ന രാഷ്ട്രമായി മാറി. US, ട്രംപ്, നെതന്യാഹു സഖ്യം തോറ്റോടും ദിനമെത്തി. UN ഒറ്റക്കെട്ടായലറുന്നു. ഗാസ വിളിക്കുന്നു, നമ്മെ വിളിക്കുന്നു. ഒത്തുചേർന്നിനി നമ്മൾ മനുഷ്യർ മുന്നേറിടുന്നു. ഗാസ വിളിക്കുന്നു, കുട്ടികൾ മരിക്കുന്നു. ലോകരാജ്യങ്ങൾ ഒന്നായി പ്രതിഷേധം പടരുന്നു. ഗാസ വിളിക്കുന്നു, നമ്മെ വിളിക്കുന്നു. പൊരുവിൻ മനുഷ്യരെ പോരാട്ടം തുടർന്നിടാൻ. പൊരുവിൻ മനുഷ്യരെ പോരാട്ടം തുടർന്നിടാൻ.